മക്കളെ, ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഡയറി പഠിച്ചു. വളരെ നല്ല മനോഹരമായ ഒരു ഡയറി ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാത്തിയോങ് കി രഹ് ഗുസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടനാ വർണ്ണനാണ്. ഒരു സംഭവത്തിനെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഹാത്തിയോങ് കി രഹ് ഗുസർ, ഇവിടെ ആനകളെ കുറിച്ചാണ് പറയുന്നത്. ഹാത്തിയോങ് കി, ആനകളുടെ, രഹ് ഗുസർ എന്ന് പറഞ്ഞാൽ രാസ്ത, വഴി, വഴി എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ സഞ്ചാരം എന്നർത്ഥവും വരുന്നുണ്ട്. അപ്പൊ ഹാത്തിയോങ് കി രഹ് ഗുസർ എന്ന് പറഞ്ഞാൽ ആനകളുടെ സഞ്ചാരം, അതല്ലെങ്കിൽ ഹാത്തിയോങ് കി രഹ് ഗുസർ ആനകളുടെ വഴി. ഈ രണ്ടും നമുക്ക് എടുക്കാം. ആനകളുടെ സഞ്ചാരമെന്നും ആനകളുടെ വഴി എന്നും എടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരാണ് ഹാത്തിയോങ് കി രഹ് ഗുസർ. ഇതിൽ ആനകൾ കടന്നു പോകാനുള്ള വഴിയെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഘടനയിൽ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹം തന്നെയാണ് ഇവിടെ പറയുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത് വളരെ ദൃഢമായിരിക്കും. അത് ഈ സംഭവം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ആന, അമ്മ ആയിട്ടുള്ള ആനയാണ്. ആ ആനയുടെ കുഞ്ഞാണ്, ഇതൊരു പിടിയാന, പിടിയാനയുടെ കുഞ്ഞാണ് ഇത്, അതിൻ്റെ അടുത്തിരിക്കുന്ന ചെറിയ ആന. അപ്പൊ ഈ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരമ്മയും അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ദൃഢമായതാണ്, ശക്തമായ സ്നേഹമാണ് അമ്മയ്ക്കുള്ളത്. കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഇട്ട് പോവാനുള്ള മനസ്സ് അമ്മയ്ക്ക് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ മൃഗങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു വ്യവസ്ഥ, അതുപോലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു സന്ദേശം കൂടെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മുതിർന്നവരുടെ ഡ്യൂട്ടിയാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നത്. അവരുടെ ഉത്തരവാദിത്തമാണ്, മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ത്? കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ബന്ധം അതും കൂടെ ഇവിടെ കാണിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. കേരൾ और തമിഴ്നാടു की सीमा पर बसे जंगल की बात है. കേരളത്തിനും തമിഴ്നാടുവിനും നാടുക്കി സീമ പർ, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി വസിക്കുന്ന ഒരു കാടിന്റെ അതിർത്തിയിൽ വസിക്കുന്ന ഒരു കാട്ടിലുണ്ടായ സംഭവമാണ് ഇവിടെ പറയുന്നത്. ജംഗൽ കി ബാത്ത്, കാട്ടിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. एक हाथी ने अपने 2 बच्चों के साथ सड़क पार कर रही थी. ഒരു ഹത്തിനി, ഒരു പിടിയാന, അതായത് ഒരു പെണ്ണാന അപ്പനെ 2 ബച്ചോം കെ സാത്ത്, തൻ്റെ 2 ബച്ചോം, 2 കുട്ടികൾ, അപ്പനെ പറഞ്ഞാൽ സ്വന്തം തൻ്റെതായിട്ടുള്ള 2 ബച്ചോം, 2 കുട്ടികളുടെ സാത്ത് കൂടെ, സടക്ക് പാർ കർ രഹി ഥി, റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. പാർ കർണാന ക്രോസ് ചെയ്യാൻ, മുറിച്ച് കടക്കുക. സടക്ക് റോഡ്. साइकिल से शहर जा रहे एक युवक ने इसका वीडियो बना लिया. സൈക്കിളിൽ പട്ടണത്തിലേക്ക് പോവുകയായിരുന്ന, സൈക്കിൾ സേ ഷഹർ, ഷഹർ പറഞ്ഞ പട്ടണം, സൈക്കിളിൽ പട്ടണത്തിലേക്ക് ജാ രഹേ ഏക് യുവക്, പോവുകയായിരുന്ന യുവാവ്, ഇസ്കാ വീഡിയോ ബനാലിയ, അതിനെന്താക്കി? വീഡിയോ ആക്കി, അതായത് വീഡിയോ എടുത്തു. ആ സൈക്കിളിൽ പോകുന്ന യുവാവ് ഈ പിടിയാനയും ആ 2 കുട്ടികളും കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നത് വീഡിയോ എടുത്തു. ബനാലിയ കുച്ച് മഹീനോ പഹലെ വീഡിയോ ഗൂബ് ഫൈല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ നന്നായി പ്രചരിച്ചു, അതായത് വൈറലായി വീഡിയോ. ऐसा नहीं है कि हाथी और उसके बच्चों ने पहली बार कोई सड़क पार की हो. ऐसा नहीं है कि हाथी और उसके बच्चों ने पहली बार कोई सड़क पार की हो. ഈ ആനയും അതിൻ്റെ കുട്ടികളും ആദ്യമായിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് എന്ന് ഐസാ നഹി ഹേ, അങ്ങനെ തോന്നുകയില്ല. ആദ്യമായിട്ടാണ് അവർ റോഡ് ക്രോസ് ചെയ്യുന്നത് എന്ന് തോന്നുകയില്ല. യഹാം ഗാസ് ദാ ഏക് ബച്ചേ കാ ബഹുത്ത് ചോട്ടാ ഹോന,
ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാസ് എന്ന പ്രത്യേകത. ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? ഏക്ക് ബച്ചേക്ക ബഹുത്ത് ചോട്ടാവന. ഒരു കുട്ടി വളരെ ചെറുതാണ്. 2 കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് വളരെ കുഞ്ഞു കുട്ടിയാണ്, കുഞ്ഞാനയാണ്. അതാണ് ആ പ്രത്യേകത. ഈ 2 കുഞ്ഞുങ്ങളായിട്ട് എങ്ങനെ അത് അവിടുന്ന് ക്രോസ് ചെയ്ത് പോകും, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. സടക്ക് ആർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാദ. റോഡിനെയും അതുപോലെ തന്നെ കാടിനെയും കൂടെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിനിടയ്ക്ക് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഡിവൈഡർ ബനാദ, ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ചോട്ടേക്ക് ഊഞ്ചായി ഡിവൈഡർ ജിത്തനി ഹീതി. ആ ചെറിയ കുഞ്ഞു ആനയുടെ അത്രയും വലുപ്പത്തിലായിരുന്നു ഡിവൈഡർ ഉണ്ടായിരുന്നത്. അത്രയും വലിയ കുഞ്ഞാനയുടെ ആ വലുപ്പത്തിൽ ആയിരുന്നു അവിടെ വെച്ചിരുന്ന ഡിവൈഡർ. ചോട്ടേക്ക് ഊഞ്ചായി. ചോട്ടെ പറഞ്ഞാൽ ചെറിയ ആന. ചെറിയ ആനയുടെ, ചെറുതിന്റെ ഊഞ്ചായി ഉയരം. ഡിവൈഡർ ജിത്തനി ഹീതി. ഡിവൈഡറിന്റെ അത്രയായിരുന്നു, അത്ര ഉയരത്തിലായിരുന്നു ചെറിയ ആന ഉണ്ടായിരുന്നത്. ഓക്കെ. हथिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गए. പിടിയാനയും അതിന്റെ വലിയ ബച്ച, ബഡാ ബച്ച, വലിയ കുഞ്ഞ്, അതായത് ആ വലിയ പിടിയാനയും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് വലിപ്പമുള്ള ആനക്കുട്ടി, ആ ആനക്കുട്ടിയും ആസാനീസേ ഡിവൈഡർ പാർ കർ ഗയേ. അവർ രണ്ടുപേരും വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്തു? ആസാനി പറഞ്ഞാൽ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ തന്നെ അവര് ഡിവൈഡർ പാർക്കർ മുറിച്ചു കടന്നു. പർ ചോട്ട ഇതർ ഹി രഹ് ഗയാ. പക്ഷേ ചെറുത് അവിടെ തന്നെ, ഇതർ ഹി ഇവിടെ തന്നെ എന്ത് ചെയ്യാണ്? രഹ് ഗയാ നിന്നു, അവിടെ തന്നെ നിന്നു. അതിന് ആ ഡിവൈഡർ മറികടക്കാൻ പറ്റുന്നില്ല അല്ലെ, അതിന്റെ അത്ര ഉയരത്തിലാണ് ആ ഡിവൈഡർ ഉള്ളത്. പിന്നെ അത് എങ്ങനെ മറികടക്കും? അത് അവിടെ തന്നെ നിന്നു. മാംകോ അന്തേശാദ. അമ്മയ്ക്ക് സംശയമായിരുന്നു. മാംകോ അന്തേശാദ. അമ്മയ്ക്ക് സംശയമായി. इसलिए वो जंगल में न जाकर सड़क की तरफ मुंह करके उसे देखने लगी. ഡിവൈഡറും മുറിച്ച് കടന്നിട്ട് അവർ പോവുകയാണ്. ആ സമയത്ത് അമ്മയ്ക്ക് സംശയം, ആ ചെറിയ കുട്ടി പോന്നിട്ടുണ്ടോ എന്നൊരു സംശയം അമ്മയ്ക്ക്. അപ്പൊ അമ്മ അവിടെ നിന്ന് പോരാതെ ഇസ്ലിയെ വോ ജംഗൽ മേ ന ജാക്കർ, കാട്ടിലേക്ക് പോവാതെ, ജംഗൽ മേ ന ജാക്കർ കാട്ടിലേക്ക് പോവാതെ, സടക്ക് കി തരഫ് മൂഹ് കർക്കെ റോഡിലേക്ക് തന്നെ, മൂഹ് കർക്കെ ഉസേ ദേഖ്നെ ലഗി, അതായത് റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുക. മൂഹ് കർക്കെ ദേഖ്, മുഖം തിരിച്ച്, റോഡിലേക്ക് തന്നെ മുഖം തിരിച്ച് നോക്കി നിൽക്കാണ്. കാരണം അതിന്റെ കുട്ടി അവിടെയാണുള്ളത്, അവിടെ നിന്ന് പോന്നിട്ടില്ല അല്ലെ. അതുകൊണ്ട് അത് റോഡിലേക്ക് തന്നെ മുഖം തിരിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദേഖ്നേലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. ബച്ചേ സേ ഡിവൈഡർ പാർ നഹി ഹോ രഹാ ഹെ. ഈ കുട്ടിക്ക് ഡിവൈഡർ മുറിച്ചു കടക്കാൻ പറ്റുന്നില്ല. പാർ നഹി ഹോ രഹാ ഹെ, മുറിച്ചു കടക്കാൻ പറ്റുന്നില്ല. ബഹു ലൗട്ടി. അപ്പൊ എന്ത് ചെയ്തു ആന? ഈ ചെറിയ കുഞ്ഞാനയുടെ അമ്മയായിട്ടുള്ള ഈ വലിയ ആന എന്ത് ചെയ്തു? ബഹു ലൗട്ടി, അവൾ തിരിച്ചു നടന്നു. ലൗട്ടി തിരിച്ചു പോയിട്ട് ലൗട്ടി डिवाइडर के पास जाकर बच्चे को सूंड से सहारा दिया. ഡിവൈഡറിന്റെ അടുത്ത് ചെന്നിട്ട് ബച്ചേക്കോ സൂണ്ട് സേ സഹാരാ ദിയ, കുട്ടിയെ സൂണ്ട് പറഞ്ഞാൽ തുമ്പിക്കൈ കൊണ്ട് സഹാരാ ദിയ, തുമ്പിക്കൈ കൊണ്ട് അതിനെ സഹായിക്കുക, അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് അതിനെ അവിടുന്ന് സഹായിച്ചു. പുറത്തേക്ക് ആ ഡിവൈഡറിൽ നിന്ന് പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് എന്താ പറയാ, പിന്തുണയ്ക്കുക എന്നൊക്കെ പറയില്ലേ, പിന്തുണയ്ക്കുക, അതായത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്ത് അതിനകത്ത് പുറത്തേക്ക് പോരാൻ വേണ്ടി സഹായിച്ചു. बच्चे को पीछे से धकेलते हुए दीवार पर चढ़ाया. बच्चे को पीछे से धकेलते हुए, ആ ആനക്കുട്ടിയെ പീച്ചെ സെ പിന്നിൽ നിന്ന്, ധക്കേൽത്തെ ഹുയെ, ധക്കേൽ എന്ന് പറഞ്ഞാൽ തള്ളുക, ആനക്കുട്ടിയെ പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട് ദീവാർ പർ ചടായ, ആ ചുവരിൽ കയറ്റി, അതായത് അവിടെയുള്ള ഡിവൈഡർ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ അതിനെ കയറ്റി. തബ് ജാക്കർ വഹ് ഡിവൈഡർ പാർ കർ സക. അപ്പോൾ അതിന് ആ ഡിവൈഡർ എന്ത് ചെയ്യാൻ പറ്റി? മുറിച്ച് കടക്കാൻ പറ്റിയാർക്ക്? ഈ ആനക്കുട്ടിക്ക്. കണ്ട, അമ്മയാന സഹായിക്കുന്ന കണ്ടില്ലേ, കുഞ്ഞാനേനെ ബാക്കിൽ നിന്ന് തുമ്പിക്കൈ കൊണ്ട് തള്ളിയിട്ട് ഡിവൈഡറിൽ കയറ്റി. കണ്ട, അപ്പൊ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ അതിന് പ്രയാസമില്ലാതെ അപ്പുറത്തേക്ക് കടന്നു പോന്നു.
അപ്പൊ എന്താണ്, അവിടെയാണ് അമ്മയുടെ സ്നേഹം പറയുന്നത്. വരുന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇല്ല എന്ന് അമ്മയ്ക്ക് തോന്നി. അപ്പൊ അമ്മ തിരിഞ്ഞു നോക്കിയില്ലേ, തിരിഞ്ഞു നോക്കി അവിടുന്ന് പോരാതെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആ കുഞ്ഞിനെയും സഹായിച്ച് പുറത്തേക്ക് കടത്തിയതിന് ശേഷം എന്താണ്, കുഞ്ഞിനെയായിട്ട് പോന്നു. ഡിവൈഡർ പാർ കർ സക ഫിർ വേ തീനോ ജംഗൽ മേ ചലേ ഗയേ. പിന്നീട് അവര് 3 പേരും എന്ത് ചെയ്തു, ജംഗൾ മേ ചലേ ഗയേ, കാട്ടിലേക്ക് നടന്നുപോയി. इस काम में 15-20 मिनट लगे. तब तक सड़क के दोनों ओर गाड़ियां रोके लोग खड़े रहे. इस काम में, ഈ പ്രവൃത്തി, അതായത് ആ ആനക്കുട്ടി അവിടുന്ന് രക്ഷിക്കാനുള്ള ആ പ്രവൃത്തി എത്ര സമയം നീണ്ടു നിന്നു? 15-20 മിനിറ്റ്, 15-20 മിനിറ്റ് സമയം എടുത്തിട്ടാണ് അമ്മ ആ കുഞ്ഞാനയെ അവിടെ നിന്ന് പുറത്തേക്ക് കടത്തിയത്, രക്ഷപ്പെടുത്തിയത് കാട്ടിലേക്ക്. അപ്പൊ അതിന് ഏകദേശം 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തബ് തക്ക് സടക്ക് കെ ദോനോം ഓർ ഗാഡിയാൻ രോക്കെ ലോഗ് ഖഡേ ഥേ. അപ്പോഴേക്കും റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് വണ്ടികൾ നിർത്തിയിട്ട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് റോഡാണല്ലേ, അപ്പൊ ഒരുപാട് വാഹനങ്ങൾ പോകും. അപ്പൊ ഈ 15 മിനിറ്റ് എടുത്ത സമയത്ത് അവിടെയൊക്കെ വാഹനങ്ങൾ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിലും വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ അവിടെ നിർത്തി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇസ് പ്രേമ ഭരി കോശിഷ് കോ ധീരജ് കെ സാത്ത് നിഹാർത്തെ രഹേ. ഞാൻ ഈ സ്നേഹം നിറഞ്ഞ, ഇസ് പ്രേമഭരി സ്നേഹം നിറഞ്ഞ, കോശിഷ് പരിശ്രമം, സ്നേഹം നിറഞ്ഞ പരിശ്രമത്തിനെ ധൈര്യത്തോടെ നോക്കിക്കാണുകയായിരുന്നു. ലേഖകൻ പറയാണ്, ഞാൻ ആ സ്നേഹം നിറഞ്ഞ പരിശ്രമത്തിനെ ധൈര്യത്തോടെ നോക്കിക്കാണുകയായിരുന്നു. നിഹാർന പറഞ്ഞാല് നോക്കുക, സാത്ത് നിഹാർനെ രഹേ, ഞാൻ ആ സ്നേഹം നിറഞ്ഞ കോശിഷ് പരിശ്രമം, ധീരജ് ധൈര്യത്തോടെ, നിഹാർനെ രഹേ നോക്കിക്കണ്ടു. ഹാത്തിയോം സേ ജുഡി ഏക് ആർ ഘടന യാദ് ആ രഹി ഹെ. ആനകളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടെ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നു. ലേഖകൻ പറയാണ്, ആനകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൂടെ എനിക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. कोई 10 साल पहले हम राजाजी फॉरेस्ट रिजर्व के चीला रेंज में होते हुए ऋषिकेश से हरिद्वार की तरफ लौट रहे थे. शाम का समय था. एक जगह पतली सी पहाड़ी नदी सड़क को पार करती थी. वहां नदी की दोनों तरफ लिखा हुआ है, यह हाथियों के सड़क पार करने की जगह है. यदि आपको हाथी दिखाने दे तो रुक जाए. हाथियों को सड़क पार करने दे. मुझे यह लिखा देखना हमेशा रोमांचित करता था, लेकिन अब तक हाथियों को वहां से गुजरते नहीं देखा था. നോക്കാം. ഹാത്തിയോൻ സേ ജുഡിയെ, ആനകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ അത് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? അമ്മ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ കാര്യം അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോവാണ്. കൊയ് 10 സാൽ പഹലെ, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് അല്ലെ. രാജാജി ഫോറസ്റ്റ് റിസർവ് കെ ചീല റേഞ്ച് സേ ഹോത്തെ ഹുയെ ഋഷികേശ് സേ ഹരിദ്വാർ കി തരഫ് ലൗട്ട് രഹേ ഥേ. അതായത് രാജാജി ഋഷികേശിൽ നിന്ന് ചില റേഞ്ച് ഓഫ് ഫോറസ്റ്റ് റിസർവ് വഴി ഹരിദ്വാറിലേക്ക് മടങ്ങുകയായിരുന്നു. ഷാം കാ സമയത, സന്ധ്യാസമയമായിരുന്നു. സമയം എപ്പോഴായിരുന്നു? വൈകുന്നേര സമയം, സന്ധ്യാസമയമായിരുന്നു. ഏക് ജഗ പത്തലീസി പഹാടി നദി സടക്ക് കോ പാർ കർത്തി തി. ഒരു ഭാഗത്ത് ഒരു നേർത്ത നദി റോഡിനെ മുറിക്കുന്നുണ്ടായിരുന്നു. വഹാം നദിക്ക് ദോനോ തരഫ് ലിഖാ ഹുവാ ഹെ. അവിടെ നദിയുടെ ദോനോ തരഫ്, രണ്ട് ഭാഗത്തും, നദിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് ലിഖാ ഹുവാ ഹെ എഴുതിയിട്ടുണ്ട്. യഹ് ഹാത്തിയോം കെ സടക്ക് പാർ കർനെ കി ജഗഹ് ഹെ. ഇത് ആനകൾക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സ്ഥലമാണ്. യദി ആപ്കോ ഹാത്തി ദിഖായി ദേ തോ രുക്ക് ജായേ. ഒരു പക്ഷേ നിങ്ങൾ ആനയെ കാണുകയാണെങ്കിൽ വണ്ടി നിർത്തണം. വണ്ടി നിർത്തുക, രുക്ക് ചായ നിൽക്കുക. നിങ്ങൾ ആനയെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിൽക്കണം, വണ്ടി നിർത്തണം എന്നാണ് ഉദ്ദേശിച്ചത്.
ഹാത്തിയോं കോ സടക്ക് പാർ കർണേ ദേ. ആനകൾ റോഡ് മുറിച്ച് കടക്കട്ടെ. ആനകള് റോഡ് മുറിച്ച് കിടക്കട്ടെ. മുझे യഹ് ലിഖാ ദേഖ്ന ഹമേശ രോമാഞ്ചിത് കർത്താ ഹെ. അപ്പൊ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ആനകൾക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സ്ഥലമാണ്. ആനയെ കണ്ടാൽ നിർത്തൂ, ആനകൾ റോഡ് മുറിച്ച് കടക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? മുझे യഹ് ലിഖാ ദേഖ്ന ഹമേശ രോമാഞ്ചിത് കർത്താ ഥാ. എനിക്ക് ഈ എഴുത്ത് അവിടെ എഴുതി വെച്ചതുണ്ടല്ലോ, ആനകൾ മുറിച്ച് കിടക്കട്ടെ പറഞ്ഞ് എഴുതി വെച്ചത്. യഹ് ലിഖാ ദേഖ്ന ഹമേശ രോമാഞ്ചിത് കർത്താ ഥാ. ആ എഴുത്ത് കാണുന്നത് തന്നെ എനിക്ക് എന്തായിരുന്നു? രോമാഞ്ചിത്. അതെനിക്ക് വളരെയധികം ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. രോമാഞ്ചിത് പറഞ്ഞ ആവേശം. എനിക്ക് എപ്പോഴും ആവേശമായിരുന്നു ആ എഴുത്ത് കാണുന്നത്. लेकिन अब तक हाथियों को वहां से गुजरने नहीं देखा था. പക്ഷേ അബ് തക്ക് ഇന്ന് വരെ ഹാത്തിയോങ്കോ വഹാസെ ഗുസർനെ നെഹിം ദേഖാ താ. ആനകൾ അതിലൂടെ പോകുന്നത് കണ്ടിട്ടേ ഇല്ല. ആ എഴുത്ത് കാണാറുണ്ട്, പക്ഷേ ഹാത്തിയോങ്കോ വഹാസെ ഗുസർനെ നെഹിം ദേഖാ താ. ആനകൾ അതിലൂടെ കടന്നു പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ആ എഴുത്ത് കാണുമ്പോൾ തന്നെ എന്താണ്? ഒരു ആവേശമാണ് അല്ലെ? അപ്പൊ ഇനി ആനകൾ കടന്നു പോകുന്നത് കൂടെ കണ്ടാലോ വളരെ രസകരമായിരിക്കും. ആ ലേഖകന് ആ എഴുത്ത് കാണുന്നതിന്റെ ഒരു ആവേശമാണ്. പക്ഷെ ഇതേവരെ അദ്ദേഹം ആനകൾ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഭാഗം നമുക്ക് ഇപ്പോൾ എടുക്കാം. ഇനി ഇതിന്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് എടുക്കാം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. 2 പാർട്ടും കാണുക. 2 പാർട്ടായിട്ടാണ്, വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് ഇടുക. 2 പാർട്ടും നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഇത് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോണ ഒരു കാര്യമാണ്. കാരണം ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ അത് നിർത്തിയിട്ട് പോകും. ഇത് പറയണ കാര്യം ഞാൻ വിട്ടു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൂടെ ചെയ്യാം. ഓക്കെ.